ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അർച്ചന മല കയറുന്നത് മുടക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെ തീർക്കാനാണോ? അതെ, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ജോലി. എല്ലാം മംഗളമായിട്ട് തീരും. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. രാവിലെ നേരത്തെ ഇങ്ങത്താ. പോയിട്ട് വരട്ടെ മക്കളെ. ശരി അമ്മ. ശരി. വാ. നന്ദ, ഈ രാത്രി നീ എവിടെ പോകുന്നു? എനിക്കൊന്ന് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം. ഇനി നീ ഈ രാത്രി ഒരിടത്തേക്കും പോകണ്ട. നാളെ രാവിലെ അവരുടെ കൂടെ ക്ഷേത്രത്തിൽ പോകാനുള്ളതല്ലേ? ഞാൻ ഒരിടത്തേക്കും പോകുന്നില്ല. പിന്നെ നീ പൂജയ്ക്ക് വന്നിരുന്നോ? അത് അച്ഛൻ നിർബന്ധിച്ചുകൊണ്ട് വന്നിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തുടങ്ങാൻ പോകുന്ന ഹോസ്പിറ്റൽ പ്രോജക്റ്റിന്റെ മീറ്റിംഗ് നാളെ വെച്ചിട്ടുണ്ട്. എനിക്കതിൽ പങ്കെടുത്തേ പറ്റൂ. ആ മീറ്റിംഗ് ഒന്ന് മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. അവന്തികയുടെ കൂടെ നീയും കൂടി പോകുന്നതല്ലേ നല്ലത്? അർച്ചനയും സച്ചിയും പോകാൻ വേണ്ടിയുള്ള പൂജകളാണ് നമ്മളിവിടെ നടത്തിയത്. അതിനിടയിൽ വലിഞ്ഞു കയറി അവളും കൂടി പോവാന്ന് പറഞ്ഞു. വെറുതെ എന്നെ അതിലേക്ക് വലിച്ചിടല്ലേ അച്ഛാ. ഞാൻ എന്റെ വഴിക്ക് പൊയ്ക്കോട്ടെ. എന്തായാലും അവളൊരു നല്ല കാര്യത്തിനല്ലേ പോകുന്നത്. അവളുടെ മനസ്സിൽ എന്താണെന്ന് അവൾക്ക് മാത്രമേ അറിയൂ. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയണമെങ്കിൽ ഈ പൂജ കഴിഞ്ഞ് അർച്ചനയും സച്ചിയും തിരിച്ചെത്തണം. ഞാൻ നിന്നെ നിർബന്ധിക്കുകയാണെന്ന് കരുതരുത്. നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. തൽക്കാലം അതൊക്കെ മാറ്റിവെച്ചിട്ട് നീ അവരുടെ കൂടെ പോയേ പറ്റൂ. അവരുടെ സേഫ്റ്റിക്ക് അനൂപ് കൂടെ പോകുന്നുണ്ടച്ചാ. ഇതുപോലൊരു പ്രാർത്ഥനയായിട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ഭാര്യയും ഭർത്താവും ഒരേ മനസ്സോട് വേണം പോവാൻ. നിർഭാഗ്യവശാൽ ഞങ്ങൾ രണ്ടുപേരും ഒരു വഴിക്കല്ല സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ദൈവീത അച്ഛൻ എന്നെ ഇതിന് നിർബന്ധിക്കരുത്. നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ നീ അവന്തികയുടെ കൂടെ പോയേ പറ്റൂ. നാളത്തെ മീറ്റിംഗ് എക്സ്റ്റെൻഡ് ചെയ്ത് വെക്കാൻ ഞാൻ പറഞ്ഞോളാം. മീറ്റിംഗ് വേണമെങ്കിൽ അച്ഛൻ മാറ്റിവെച്ചോളൂ. പക്ഷേ എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. ഞാൻ പോയിട്ട് വരാം. കണ്ടില്ലേ അച്ഛാ, നന്ദേട്ടൻ വരില്ല. സാരമില്ല, ഞാൻ അവരുടെ കൂടെ ഒറ്റയ്ക്ക് തന്നെ പൊക്കോളാം. മോള് വിഷമിക്കണ്ട. അവൻ തിരിച്ചു വരുമ്പോ ഞാൻ അവനോട് ഒന്നുകൂടി സംസാരിക്കാം. നന്ദേട്ടൻ ഇന്നിന് തിരിച്ചു വരുന്ന അച്ഛന് തോന്നുന്നുണ്ടോ? സാരല്ല അച്ഛാ, നന്ദേട്ടൻ വന്നില്ലെങ്കിലും ഈ നേർച്ച ഞാൻ ഒറ്റയ്ക്ക് പൂർത്തിയാക്കിക്കോളാം. എങ്ങതാ? ആരായത്? ഇനി 2 ദിവസത്തേക്ക് മോളെ ചെറിയമ്മയെ നോക്കുന്നേ. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. അല്ലേ മോളെ? അല്ലേ? നീ കറിയാതെ ചെറിയമ്മ എടുത്തിരിക്കില്ലേ? അവള് ചിരിക്കുന്ന കണ്ടില്ലേ? 2 പേരെയും കൂടി നോക്കാൻ നിനക്ക് ബുദ്ധിമുട്ടാവോ മോളെ? പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ എന്തിനാ? ഈ ചട്ടമ്പിയെ ഞാൻ നോക്കിക്കോളാം. അല്ലേ വാവേ? നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വരട്ടെ. അനക്കേ, നീ നിന്റെ മുറിയൊന്ന് തൂത്ത് വൃത്തിയാക്കിയിട്ടേക്കണേ. ഓ ആയിക്കോട്ടെ. അതെ, ചേച്ചിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു തീർത്ഥാടന യാത്രയാണ്.
ദൈവത്തിന്റെ അനുഗ്രഹവും പുണ്യവും ഒക്കെ കിട്ടാൻ വേണ്ടിയാ മല കയറാൻ പോകുന്നത്. മനസ്സിലുള്ള കുശുമ്പും കുന്നായ്മയൊക്കെ കളഞ്ഞിട്ട് ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് മല കയറിയ ചേച്ചിയുടെ ജീവിതത്തിന് മാറ്റങ്ങളുണ്ടാവും. എനിക്കേ നിന്റെ ഉപദേശമൊന്നും വേണ്ട. നിന്നോട് ഞാൻ പറഞ്ഞ ജോലി ഒന്ന് മര്യാദയ്ക്ക് ചെയ്താ മതി. അനിയത്തിയായി പോയില്ലേ, പറഞ്ഞ അനുസരിച്ചല്ലേ പറ്റൂ. ഓ, നിനക്ക് വയ്യെങ്കിലേ ജോലിക്കാരോട് ആരോടെങ്കിലും പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് ചെയ്തോളാം. ഓ, ഞാൻ ചെയ്തോളാം. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുന്ന സമയത്ത് ഇതിന്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സച്ചേട്ടൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി ചേച്ചി. ഓ ആ ഏട്ടത്തി, കൂടെ വരുന്നത് ഒരു ആറ്റം ബോംബാ, അത് മറക്കണ്ട. എന്റെ ചേച്ചിയെ എനിക്കറിയാവുന്നതുപോലെ നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. അതുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ വരവ് ഒരു വെറും വരവല്ല. എന്തോ മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ചേച്ചി വരുന്നത്. സോ ഹാൻഡിൽ വിത്ത് കെയർ. ഈ പെണ്ണിന്റെ ഒരു കാര്യം. എന്നാ ശരി, പോയിട്ട് വരാം. ശരി ഏട്ടത്തി. നീ പറഞ്ഞ പോലെ എനിക്ക് ചില സംശയങ്ങൾ ഇല്ലാതില്ല. നിന്റെ ചേച്ചി എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് നിനക്കെങ്ങനെ മനസ്സിലായി? ആ, മനസ്സിലായതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. എന്തായാലും പോയിട്ട് വരട്ടെ. നന്നായിട്ട് വന്ന അവർക്ക് തന്നെ കൊള്ളാം. നീ പേടിക്കണ്ട. അർച്ചനേട്ടത്തി സച്ചിയേട്ടനും പ്രാർത്ഥനയോടുകൂടി തന്നെയാ പോകുന്നത്. അവരുടെ യാത്രയ്ക്ക് തടസ്സം ഉണ്ടാക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. തടസ്സപ്പെടുത്താൻ നോക്കുന്നവർക്കായിരിക്കും അതിന്റെ കൂലി കിട്ടാൻ പോകുന്നത്. രണ്ടുപേർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു സംഘം മല കയറി കഴിഞ്ഞു. രത്നവേൽ പാണ്ഡ്യനാണ് അവരുടെ നേതാവ്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാ. ഏതു കൊടുങ്കാട്ടിലും വേട്ടയാടാൻ മിടുമിടുക്കൻ. ഇപ്പോ ഒരു കേസിൽ നിന്ന് ജാമ്യത്തിൽ ഇറങ്ങിയതേ ഉള്ളൂ. അർച്ചന മല കയറുന്നത് മുടക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ലക്ഷ്യം. പിന്നെ തീർക്കാനാണോ? അതെ, അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയാണ് നമ്മുടെ ജോലി.